ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം. പൊടിയൊരു ഭൂവിൽ അസംഖ്യം, അപ്പൊടിക്കുൾപ്പെടുമൊരു ഭൂവ് ഇതിനില്ല ഭിന്നഭാവം. ജഡമരുന്നതുപോലെ ചിത്തിലും ചിത്ത് ഉടലിലും ഇങ്ങിതിനാൽ ഇതോർക്കിലേകം. 73-ാം ശ്ലോകത്തിന്റെ വിപുലീകരണമാണ് നാം ഈ ശ്ലോകത്തിൽ ദർശിക്കുന്നത്. ഏകതയിൽ അനേകതയും അനേകതയിൽ ഏകതയും ഉണ്ടെന്ന ദർശനമാണിത്. ഇവിടെ ഭൂമിയെ ഗുരു ഉദാഹരിക്കുന്നു. ഭൂമി എന്നാൽ അനേകം പൊടികളുടെ പരമാണുക്കളുടെ സംഘാതമാണ്. അസംഖ്യമായ പൊടികൾ എടുത്താൽ അതിൽ ഭൂമിയുണ്ട്. പ്രപഞ്ചത്തിലെ ഏതൊന്നും ഇപ്രകാരം തന്നെയാണ്. അപ്പോൾ ഇവ തമ്മിൽ ഭിന്നഭാവം ഇല്ല. ഇതുപോലെ തന്നെയാണ് മനുഷ്യ ശരീരം എടുത്താലും. ശരീരവും മനസ്സും അഭിന്നമാണ്. അവയ്ക്കൊന്നിച്ചേ നിലനിൽക്കാനാകൂ. രണ്ടും ജഡപദാർത്ഥങ്ങളാണ്. ശരീരത്തിൽ ചിത്തവും ചിത്തത്തിൽ ശരീരവും കുടികൊള്ളുന്നു. അതായത് ഇവ രണ്ടല്ല, ഏകമാണ്. എന്നാൽ നമ്മുടെ അല്പബുദ്ധിയിൽ ഈ ഏകത തെളിയുന്നില്ല. നമുക്കെല്ലാം രണ്ടായി കാണുന്നു. മനസ്സിനെയും ശരീരത്തെയും വേറെ വേറെ കാണാവുന്നതല്ല. പൊടിയെയും മണ്ണിനെയും തിരയെയും കടലിനെയും വേറെയാണെന്ന് കരുതേണ്ടതില്ല. ഭൗതികതയുടെ പരിമിതികൾക്ക് ഉള്ളിൽ നിന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മിൽ ഈ ദ്വൈതഭാവം ആവിർഭവിക്കുന്നത്. നാം ഈ അതിരുകളെ ഭേദിക്കുക. കാണപ്പെടുന്നതിന് അപ്പുറത്തേക്ക് കണ്ണുകൾക്ക് സഞ്ചരിക്കാൻ ആകണം. അപ്പോൾ അനന്തതയുടെ സമഗ്രത നമുക്ക് ബോധ്യമാകും. എല്ലാം ഒന്നിൽ അടങ്ങുന്നുവെന്നും വേറിട്ട അസ്തിത്വങ്ങളായി ഇവിടെ യാതൊന്നുമില്ല എന്നും, ഇങ്ങനെ വ്യത്യസ്തങ്ങളായി കാണപ്പെടുന്നതെല്ലാം ഏകതയുടെ പ്രതിഫലനമാണ് എന്നും മനസ്സിലാകും. ഇതാണ് അദ്വൈതം. അദ്വൈതത്തിൽ മനസ്സിലാക്കുന്ന വ്യക്തി പോലും ലയിച്ച് ഇല്ലാതെയാകും. അവശേഷിക്കുന്നത് അറിവ്